ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രെഡും സ്റ്റൂ കറിയും. അടിപൊളി ടേസ്റ്റുള്ള ബ്രെഡും സ്റ്റൂ കറിയും എൻ്റെ ചിറ്റയുടെ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഞാൻ തന്നെയാണ് വോയിസ് ഓവറും ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഗ്രാമ്പുവും വേപ്പിലയും പച്ചമുളകും. എന്നിട്ട് നമ്മളൊരു കുക്കറിലേക്ക് നമ്മൾ എത്രത്തോളം ബീഫ് വാങ്ങിയോ അത്രത്തോളം ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇച്ചിരി വെന്ത ബീഫാണേ. അതിനുള്ളിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അതിനുള്ളിലേക്ക് നമുക്ക് ഇപ്പോൾ എത്രത്തോളം നിങ്ങൾ ബീഫ് വാങ്ങുന്നോ അത്രത്തോളം ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പേ ഇട്ടെടുത്തിട്ടുള്ളൂ, കുറച്ച് ഇട്ടെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അതിനുള്ളിലേക്ക് മുങ്ങാത്ത രീതിക്ക് കുറച്ച് വാട്ടർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മൂടി വയ്ക്കുക. ഒരു 6 വിസിലിന് വേണ്ടി കാത്തിരിക്കുക ഗൈസ്. നമ്മൾ ഗ്യാസിലേക്ക് വെക്കുമ്പോഴത്തേക്കും വന്നൊരിതില്ലേ ഗൈസ്, ഐസ് പോലെ വന്ന ഒരിത് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അതാവണ സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് വെജിറ്റബിള് ക്യാരറ്റും പൊട്ടറ്റോ വയ്ക്കുക. എന്നിട്ട് ചെറിയ ഇതിലാണ് വലിയ ഇതിലാണ് നമ്മൾ അരിഞ്ഞേക്കുന്നത്. നമ്മുടെ ബീഫ് കൂടെ വെന്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിനുള്ളിലേക്ക് നമ്മുടെ ഈ ഒരു പൊട്ടറ്റോവും ക്യാരറ്റും ആഡ് ചെയ്യാം കേട്ടോ. എത്രത്തോളം വലുതായിട്ട് അരിയുന്നോ അത്രത്തോളം വിസിൽ വേണം. 1-2 വിസിലിന് വേണ്ടി കാത്തിരിക്കണം കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ഒന്ന് കുലുക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ അവിടെ ആക്കിയിട്ട് ഒന്ന് ഇത് ചെയ്യാം കേട്ടോ. അടച്ച് വയ്ക്കുക. ഒരു 1-2 വിസിൽ കേൾക്കുമ്പോഴാണ് നിങ്ങൾ ഓഫ് ചെയ്യേണ്ടത് കേട്ടോ. 1-2 വിസിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ കൂടുതൽ ഇതുണ്ടെങ്കിൽ 1-2-3 വിസിൽ വേണം. ആ സമയത്ത് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാള അതുപോലത്തെ സാധനങ്ങൾ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഗ്രാമ്പുമാണ് കേട്ടോ. ഗ്രാമ്പു ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ ഇടാൻ. ഒരുമിച്ച് ഒരിക്കലും ഇടരുത്, ഒരു ടേസ്റ്റ് വരില്ല. പിന്നെ നമുക്ക് അതിനുള്ളിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് ഈ ഒരു കളർ ആവുമ്പോൾ, ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്ക് അതിനുള്ളിലേക്ക് വേപ്പിലയും സവാളയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഏറ്റവും കൂടുതൽ പണിയുള്ള കാര്യം എന്താ, സവാള ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കേണ്ടതാണ്. പക്ഷെ എൻ്റെ ചിറ്റ അതാക്കി എടുത്തു കേട്ടോ. ഇങ്ങനെയൊക്കെ ഇളക്കി ലാസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താലാണ് ബ്രൗൺ ആവുള്ളൂ. ബ്രൗൺ ആയ സമയത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തിട്ട് വേണം മസാല എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്യണം. ആ സമയത്ത് നമ്മുടെ ബീഫ് ആയിട്ടുണ്ടാവും. നമുക്ക് ആ ബീഫും പൊട്ടറ്റോവും ക്യാരറ്റും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. പൊടിഞ്ഞു പോകരുത് കേട്ടോ. ആ ക്യാരറ്റും പൊട്ടറ്റോന്നും പൊടിഞ്ഞ് പോരുത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ സവാളയും മേളിലേക്ക് കൊണ്ടുവരാം കേട്ടോ. നന്നായിട്ട് മിക്സ് ആകുമ്പോൾ അതൊന്ന് ഒന്ന് നന്നായിട്ട് പറ്റണം കേട്ടോ ഗൈസ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് ഇത് ചെയ്യാം. പൊടിയരുത്. പിന്നെ ഒരു 1 പാൽ ആഡ് ചെയ്യാം കേട്ടോ. 1 പാൽ കുറച്ച് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അത് പറ്റും കേട്ടോ. 1 ടീസ്പൂൺ ഉപ്പല്ല, 1/2 ടീസ്പൂൺ, ഒരു ചെറിയ സ്പൂൺ ഉപ്പ് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ സ്പൂൺ മതി. നേരത്തെ നമ്മൾ ഉപ്പിട്ടായിരുന്നു. എന്നിട്ടൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ടെന്ന് വെച്ചാൽ കുറച്ചൊന്ന് ഇതായിട്ട് മിക്സ് ചെയ്ത്, പക്ഷെ പൊടിയരുത് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വയ്ക്കുക. എന്നിട്ടൊന്ന് പറ്റണം കേട്ടോ. ആ ഒരു വാട്ടർ ഒന്ന് പറ്റണം ചെറുതായിട്ട്. ചുറ്റും കയ്യിൽ മാറ്റിയാൽ കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ചെറുതായിട്ടും കൂടെ പറ്റിക്കണം കേട്ടോ. കൂടെ ഒന്ന് പറ്റണം ആ ഒരു ഇത്. എന്നിട്ട് നമ്മൾ 2 പാലും കൂടെ ആഡ് ചെയ്യുക. കുറച്ച് 2 പാൽ ആഡ് ചെയ്തുള്ളൂ. ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ടെന്ന് വെച്ചാൽ പൊടിയാതെ രീതിക്ക് മിക്സ് ചെയ്യണേ. അത് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കാഷ്നട്ട് അരച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു എല്ലാവരും ഇടണമെന്നില്ല, ഒരു ടേസ്റ്റിന് വേണ്ടി ഇടാറുണ്ട്. ഞങ്ങളൊക്കെ ഇടും കേട്ടോ ടേസ്റ്റിന് വേണ്ടി. ആ കാഷ്നട്ട് ഇട്ട വല്ലാത്ത ടേസ്റ്റാണ്. ഒരു ഇത് തോന്നും നമുക്ക്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്യുക കേട്ടോ. ഗീ ആഡ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഗ്രേപ്സ് മീൻസ് മുന്തിരിയും കശോണ്ടിയും ആഡ് ചെയ്യുക കേട്ടോ. നമ്മൾ നേരത്തെ കാഷ്നട്ട്സിൻ്റെ ഇത് ജാർ ഒഴിച്ചായിരുന്നു. എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടി ഇരിക്കട്ടെ അല്ലേ. ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ ഷെയ്ഡ് മീൻസ് ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ ആ ഒരു ഇത് മുന്തിരിയും കശോണ്ടിയും ഈ ഒരു ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു കറിയിലേക്ക്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ടെന്ന് വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ ഗൈസ്.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ സെർവ് ചെയ്യാനായിട്ട്. എല്ലാം നന്നായിട്ട് മുകളിലേക്ക് പറ്റണം. അത്രേ ഉള്ളൂ ഗൈസ്. നല്ല സിമ്പിളാണ് ഗൈസ്.